RSS പ്രചാരകനായി പൊതുജീവിതം ആരംഭിച്ച ആ പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച് പടിപടിയായി മുന്നേറുകയും ചെയ്ത നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ മുൻനിര നേതാക്കളിൽ ഒന്നാമനായി മാറിയ മോദിയുടെ പ്രതിച്ഛായയ്ക്ക് അടുത്ത കാലത്തായി മങ്ങലേറ്റിട്ടുണ്ടെന്നാണ് വിമർശനമുയരുന്നത്. 3 തവണയും ഭരണത്തിലേറിയ ഒറ്റയാനായി ഭരണം നടത്തുന്ന മോദിയുടെ മോടി കുറച്ചിരിക്കുന്നത് വളർത്തി വലുതാക്കിയ അതേ RSS തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം അടുത്ത കാലത്തായി അദ്ദേഹം മാതൃസംഘടനയ്ക്ക് വിധേയനാകുന്നില്ല എന്നത് തന്നെയാണ്. കുട്ടിക്കാലത്ത് തന്നെ RSS പ്രചാരകനായ നരേന്ദ്രമോദി 1980 മുതൽ BJPയുടെ ഗുജറാത്തിലെ സജീവ പ്രവർത്തകനായി മാറി. ഇടക്കാലത്ത് BJPയുടെ ദേശീയ സെക്രട്ടറിയായി. പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി മാറുന്ന പ്രതിഭാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത്. ദീർഘകാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. വികസന നായകനെന്നും ഹിന്ദുത്വ പ്രമാണങ്ങളുടെ തേരാളി എന്നുമെല്ലാം വിശേഷിപ്പിക്കപ്പെട്ടു. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പേരിൽ പ്രകീർത്തിക്കപ്പെട്ടു. ഭൂരിപക്ഷ ജനതയുടെയും മനസ്സിൽ മോദി എന്ന കരുത്തനായ നേതാവിനെ പ്രതിഷ്ഠിക്കാൻ RSSന് വളരെ വേഗം സാധിച്ചു. സംഘത്തിൻ്റെ നിലപാടുകൾക്ക് അനുയോജ്യമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ 2014-ലും 2019-ലും അധികാരത്തിൽ വന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. പ്രത്യേകിച്ചും മുത്തലാഖ്, കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയത്, അയോധ്യ ക്ഷേത്ര നിർമ്മാണം എന്നിങ്ങനെ 100 വർഷം പ്രായമുള്ള RSSൻ്റെ ആശയങ്ങളെല്ലാം മോദി നടപ്പാക്കിയെടുത്തു. എന്നാൽ പിന്നീട് ഇതേ മോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ രണ്ടാമനുമായ അമിത് ഷായും മാതൃസംഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് കുതറിമാറാൻ ശ്രമിക്കുന്നതായി നാഗ്പൂരിലെ RSS നേതൃത്വത്തിന് തോന്നലുണ്ടായി. ആ തോന്നലിൻ്റെ പ്രത്യക്ഷ പ്രതിഫലനങ്ങൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണാനുമായി. നെഹ്റുവിന് ശേഷം 3-ാം വട്ടം അധികാരം പിടിക്കാനിറങ്ങിയ മോദിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. 400 സീറ്റ് നേടുമെന്ന് ഉറപ്പിച്ച മോദി ഷാ കൂട്ടുകെട്ടിന് ഘടകകക്ഷികളുടെ ഔദാര്യം തേടി നടക്കേണ്ട ഗതികേടുണ്ടായി. RSSൻ്റെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ BJP ശക്തി പ്രാപിച്ചെന്ന പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള പ്രസ്താവനയോടെയാണ് മോദിയും നാഗ്പൂരും തമ്മിലുള്ള അകൽച്ചയുടെ സൂചനകൾ പുറത്തുവന്നത്. ഇക്കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന വിളഭൂമികളായ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ സീറ്റ് നഷ്ടമുണ്ടായത് RSSന് മോദിയോട് താൽപ്പര്യം കുറഞ്ഞതിൻ്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രിയായ ശേഷം മോദിയും RSSും തമ്മിലുള്ള ബന്ധം പല അഭ്യൂഹങ്ങൾക്കും ഇട നൽകിയിട്ടുണ്ട്. രാമക്ഷേത്രം, ജമ്മു കാശ്മീർ തുടങ്ങിയ വൈകാരിക വിഷയങ്ങളിൽ സംഘത്തിൻ്റെ അജണ്ട മോദി നടപ്പാക്കി. എന്നാൽ വ്യക്തി കേന്ദ്രീകൃത നീക്കങ്ങൾ RSSൻ്റെ സങ്കല്പങ്ങൾക്ക് നിരക്കുന്നതല്ല. മോദി ഗ്യാരണ്ടി എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതികൾ അതുകൊണ്ട് തന്നെ ഇരുകൂട്ടരും തമ്മിലുള്ള ബന്ധത്തിൽ കല്ലുകടിയായി. BJP സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും ഗുണഭോക്താക്കളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒരളവ് വരെ ജനപ്രിയമായിരുന്നു. അവയെല്ലാം തന്നെ മോദി ഗ്യാരണ്ടി എന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മതധ്രുവീകരണം ലക്ഷ്യമിട്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ തീവ്ര ഹിന്ദുത്വക്കാരെ ആവേശം കൊള്ളിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. പക്ഷെ അത് എല്ലായിടത്തും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, ദളിത്, പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തു. ഇത് RSS നേതൃത്വത്തെ അസ്വസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ പിറ്റേയാഴ്ച തിരഞ്ഞെടുപ്പിൻ്റെ തിളക്കം കുറച്ചത് BJP നേതാക്കളുടെ അഹങ്കാരമാണെന്നത് RSS നേതാവ് തുറന്നടിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. അഹങ്കാരികളെ ശ്രീരാമൻ 241-ൽ പിടിച്ചുകെട്ടിയെന്നായിരുന്നു RSS ദേശീയ നിർവാഹക സമിതി അംഗം ഇന്ദ്രേഷ് കുമാറിൻ്റെ പരിഹാസം. 370 സീറ്റെന്ന അവകാശവാദവുമായി മത്സരിച്ച BJP കേവല ഭൂരിപക്ഷത്തിന് താഴെ 240 സീറ്റ് മാത്രം നേടിയതിനെ ഉദ്ദേശിച്ചായിരുന്നു ഈ വിമർശനം. ഇന്ദ്രേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ RSS സർസംഘചാലക് മോഹൻ ഭഗവതിൻ്റെ വിമർശനവും BJPയെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. ഒരു യഥാർത്ഥ സ്വയം സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ. അവർക്ക് താൻ ചെയ്യുന്നതിനെക്കുറിച്ച് അഹങ്കാരം ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ. നാഗ്പൂരിൽ ജൂൺ 11 നടന്ന RSS പ്രവർത്തകർക്കുള്ള ആനുകാലിക പരിശീലന പരിപാടിയായ കാര്യകർത്ത വികാസ് വർഗിലായിരുന്നു ഈ പരാമർശം. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതിരുന്ന BJP ഘടകകക്ഷികളുടെ പിന്തുണയിൽ അധികാരമേറ്റ സമയത്താണ് RSS തലവൻ്റെ ഈ പരാമർശം എന്നതാണ് ശ്രദ്ധേയം.
യഥാർത്ഥ സേവകൻ തന്റെ പ്രവർത്തനത്തിൽ മാന്യത പുലർത്തുമെന്ന് ഭാഗവത് പറഞ്ഞതിന് ഒരുപാട് അർത്ഥതലങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. എല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന മോദിയുടെ ശൈലിയോടുള്ള RSSന്റെ വിയോജിപ്പാണ് സംഘത്തിന്റെ പരമാധ്യക്ഷൻ പ്രകടിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. RSSന്റെ പരമാധികാരത്തെയും അതിന്റെ നേതൃത്വത്തെയും വിശ്വാസത്തിലെടുക്കാതെയുള്ള മോദി അംശ കൂട്ടുകെട്ടിന്റെ പോക്കിനോടുള്ള സംഘത്തിന്റെ അതൃപ്തിയാണ് പരസ്യമായി പുറത്തുവരുന്നത്. 2022 മുതലാണ് ബന്ധത്തിലെ ഈ വിള്ളൽ പ്രകടമായത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും അസമത്വത്തിനുമെതിരെ RSS പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നു. 2022 ഒക്ടോബറിൽ സ്വദേശി ജാഗരൺ മഞ്ചിന്റെ പൊതുയോഗത്തിൽ വെച്ചാണ് RSS ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബലെ കേന്ദ്ര സർക്കാർ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചത്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു മുന്നറിയിപ്പ്. സംഘത്തെ അവഗണിച്ച് ഒറ്റയാനായി നീങ്ങാൻ ശ്രമിച്ച മോദിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന RSS നിലപാടിന്റെ പ്രതിഫലനമായാണ് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.